ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് 2004 കഴിഞ്ഞതിന് ശേഷം ഇതുവരെ നടത്തിയിട്ടില്ല. 21 വർഷമായി. അതുകൊണ്ട് വളരെ ഇന്റൻസീവായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നു. ഇത് നടത്തണം, തീർച്ചയായിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണം വേണം. അതിന് കുറച്ച് സമയത്തിനുള്ളിൽ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് പരാതി. എന്തായാലും അവർ പറഞ്ഞ ഡേറ്റിന് തന്നെ ലിസ്റ്റ് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ 24 ലക്ഷം ആളുകൾ ഇപ്പോൾ പുറത്താണ്. ഇത് വെച്ചുകൊണ്ട് മീഡിയ വൺ ഇന്നലെ ഒരു അനാലിസിസ് നടത്തി. ശരിക്കും പറഞ്ഞ എന്താണെന്ന് മീഡിയ വണ്ണിന് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് BJPക്ക് വോട്ട് കിട്ടിയിട്ടുള്ള ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് കിട്ടിയ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട ഇങ്ങനെ 6-7 മണ്ഡലങ്ങളിൽ വോട്ടർമാർ പുറത്തു നിൽക്കുകയാണ്. ഈ പുറത്തു നിൽക്കുന്ന വോട്ടർമാരെല്ലാം മറ്റ് പാർട്ടിക്കാരാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? വോട്ട് നഷ്ടപ്പെട്ടവരിൽ BJPക്കാർ കാണില്ലേ? തീർച്ചയായിട്ടും കാണില്ലേ? വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നഷ്ടപ്പെട്ടവരിൽ അവരെല്ലാം ഒരു പാർട്ടിക്കാരാണ്. ഇത് BJP ആഫീസിൽ നിന്നാണ് ഈ കാര്യം ചെയ്തെങ്കിൽ നമുക്ക് പറയുന്നതിനകത്ത് ന്യായമുണ്ട്. BJP സ്റ്റേറ്റ് ഭരിക്കുകയാണെങ്കിലും കുറച്ച് ന്യായമുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കഴിഞ്ഞ 10 വർഷമായി. അവരുടെ കളക്ടർമാർ, ഇനി കളക്ടർമാരെ സെൻട്രൽ ഗവൺമെന്റ് സ്വാധീനിക്കുന്നു വെച്ചോളൂ, ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിച്ചു. ബാക്കിയുള്ള മുഴുവൻ സംവിധാനവും ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. അവർ പർപ്പസായി ആരുടെയെങ്കിലും വോട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് BJP വോട്ടായിരിക്കത്തില്ലേ? പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് സഹാക്കളുടെയോ കോൺഗ്രസ്സുകാരുടെയോ വോട്ട് ഒഴിവാക്കും? ഒരു കാരണവശാലും സാധ്യതയില്ല. ഇനി ഒഴിവായത് BJP വോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ആരുടെ വോട്ടാണ് ഒഴിവായത്? നഗരവൽകൃതമായ ഒരു പ്രദേശത്ത് ധാരാളം ആളുകൾ ജോലിക്കും അല്ലാതെയൊക്കെ വന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന പീപ്പിൾ ധാരാളമാണ്. ഇപ്പൊ ഡൽഹി നഗരം എടുത്താൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ മാറ്റം ഉണ്ടാവും. ബോംബെ എടുത്താലുണ്ടാവും. തിരുവനന്തപുരം എടുത്താൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം അവർ ഒരുപാട് മൈഗ്രേറ്റഡ് പീപ്പിൾ ഇങ്ങനെ വന്നും പോയും ജോലിക്കും ഒക്കെ നിന്ന് പെൻഷൻ പറ്റുമ്പോൾ നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. വാടക വീട് തന്നെ എന്തോരം വാടക വീട്, ഹോസ്റ്റലുകളൊക്കെ നിൽക്കുന്ന ആളുകളുള്ള സ്ഥലമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആരുടെ വോട്ടാണെന്ന് നമുക്കറിയില്ല. ആരുടെ വോട്ടാണെന്ന് അറിയാതെ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ള വാർത്ത വന്നപ്പോൾ മീഡിയ വൺ കൊണ്ടുചാടി. എന്നാൽ ഈ ഡേറ്റ പറയുമ്പോൾ കുറെ കണക്കുകൾ പറയുന്നതിനപ്പുറം ഇതിന്റെ കാര്യകാരണ സഹിത ആരുടെ വോട്ടാണ് പോയത്, ആർക്കാണ് വോട്ട് ചേർക്കാൻ പറ്റാത്തത്? ഈ 24 ലക്ഷം എന്ന് പറയുന്നതിനെ 140 മണ്ഡലമായി സെലക്ട് ചെയ്യുമ്പോൾ, കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ 1.5 ലക്ഷം ആളുകൾ, 2 ലക്ഷം വന്നില്ല, 28 വന്നില്ല, അല്ല 140 ആണ്. അപ്പൊ 140 എന്ന് പറയുമ്പോൾ 1 ലക്ഷം പോലും വരുന്നില്ല. 24 ലക്ഷത്തിലാണ് പോയിരിക്കുന്നത്. 50,000 പോലും വരുന്നില്ല. 140 ഡിവൈഡ് ചെയ്യുമ്പോൾ 24,000 പോലും വരുന്നില്ല. 10,000 കണക്ക് വെച്ചോളൂ. ഒരു മണ്ഡലത്തിൽ 10,000 പേർ വെച്ചാൽ 100 മണ്ഡലത്തിലായപ്പോൾ 1 ലക്ഷം, പിന്നെ 24 ലക്ഷം അല്ലേ? പിന്നെ അല്ല, അപ്പം എത്ര വന്നു? 100 മണ്ഡലത്തിൽ 10,000 വെച്ചാണെങ്കിൽ 10,000 അല്ല, 1 ലക്ഷം വെച്ചോളൂ. 1 ലക്ഷം വെച്ചാൽ എത്ര വരും? അത് കണക്ക് കൂട്ടിയെടുക്കാം നമുക്ക്. പിന്നെ 24 ലക്ഷത്തിനെ 140 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര വോട്ടർമാർ ഒരു ആവറേജ് ഒരു മണ്ഡലത്തിൽ വരും? ആ വോട്ടർമാര് വീണ്ടും ഭാഗിച്ചെടുത്ത് താഴേക്ക് വരുമ്പോൾ ഒരു ബൂത്തിൽ എത്ര വോട്ടർമാർ വരും? ആ വോട്ടർമാരിൽ ആർക്കെങ്കിലും ഈ മീഡിയ വൺ ചെയ്യേണ്ടത് 24 ലക്ഷം ആളുകൾ പുറത്തുപോയെന്ന് പറയുന്നതിൽ എനിക്ക് വോട്ട് കിട്ടിയിട്ടില്ല എന്ന് ആരെങ്കിലും ഒരു 10 പേരെങ്കിലും കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എന്നാൽ റിവിഷൻ വരും. ഇപ്പോൾ റിവേഴ്സ് ചെയ്യാൻ അവസരമുണ്ട്. റിവേഴ്സ് മീൻസ് ആഡ് ചെയ്യാൻ അവസരമുണ്ട്. ഇപ്പോൾ ചേർക്കാത്ത ഒരുപാട് പേര് ചേരുമായിരിക്കും. ദൂരസ്ഥലങ്ങളിൽ പോയി നിന്നവർ, സമയത്ത് SIR ഫോം വാങ്ങാൻ പറ്റാത്തവർ, ഫോം ഫില്ല് ചെയ്ത് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർ, സബ്മിറ്റ് ചെയ്തതിൽ BLOമാർ സബ്മിറ്റ് ചെയ്തതിൽ അടിച്ചിട്ട് കമ്പ്യൂട്ടർ കയറ്റിയതിൽ തെറ്റുപറ്റിയവർ ഒക്കെ ആളുകൾ വരും. വലിയ വ്യത്യാസം വരും. ഇപ്പൊ എനിക്കറിയാവുന്ന ഫാമിലിയിൽ മക്കളുടെ 2 പേരുടെ പേരും ഒരു നമ്പറിൽ കിടക്കുന്നു, അടുത്തടുത്ത നമ്പറിൽ കിടക്കുന്നു. പിന്നെ എത്രയോ നമ്പർ കഴിഞ്ഞിട്ടാണ് ആ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ.
യഥാർത്ഥത്തിൽ 4 നമ്പർ ഒന്നിച്ചാണ് ആ വീട്ടുകാർ കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ പല മിസ്റ്റേക്കുകൾ, ഡേറ്റകളൊക്കെ വരും. ഈ എററുകളൊക്കെ പരിഹരിക്കുന്നതിന് സമയം തന്നിട്ടുണ്ട് 1 മാസം. മീഡിയ വൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചാനലുകൾ ചെയ്യേണ്ടത്, ഇലക്ഷൻ കമ്മീഷനെ തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും പോകുന്ന സമയം കൊണ്ട് ഈ 24 ലക്ഷം പേരിൽ ഏതെങ്കിലും കുറെ അധികം നിങ്ങളും ക്യാമ്പയിൻ നടത്തുക. പരമാവധി ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി എല്ലാ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, കുറച്ച് പേരെ കണ്ടുപിടിക്കുക. ഇതാ ഇവർക്കൊന്നും വോട്ടില്ല, ഞങ്ങളിതാ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നപ്പോൾ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ ഇവർ കോൺഗ്രസുകാർ, അല്ലെങ്കിൽ ഇവർ ജമാഅത്ത് ഇസ്ലാമിക്കാർ, അല്ലെങ്കിൽ ഇവർ മീഡിയ വണ്ണിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെ മീഡിയ വണ്ണുകാർ, ഞങ്ങൾ ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ, ഇവരെ കൂടി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെ ഒഴിവാക്കി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് 10 ആളെ കൊണ്ടുപോവാ. അതുമില്ല. അപ്പോൾ ഇതാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോയത്. രാഹുൽ ഗാന്ധി വോട്ടില്ലാത്തൊരു 10,000 പേരുടെ റാലി അല്ല നടത്തിയത്, കോൺഗ്രസിന്റെ റാലിയാണ് നടത്തിയത്. അതേസമയം വോട്ടില്ലാത്ത ഞങ്ങളിതാ വോട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. മമതാ ബാനർജിക്കും പറ്റുന്നില്ല. 1 കോടി ആളുകളെയാണ് അവിടെ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ഒഴിവാക്കിയവരാരെങ്കിലും പറയണ്ടേ ഞങ്ങൾക്ക് വോട്ടില്ല എന്ന്? വോട്ട് വേണമെന്ന് അവരാരെങ്കിലും പറയണ്ടേ? അപ്പൊ ഒഴിവാക്കിയത് ആരാണ്? ഒഴിവായത് ആരാണ്? 24 ലക്ഷം ഒഴിവാക്കിയെങ്കിൽ 24 ലക്ഷം ഒഴിവായതാണെങ്കിൽ അത് ഷാഡോയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റൂ. അവർ കൊള്ളസംഘമൊന്നും അല്ലല്ലോ, പോലീസ് പിടിച്ചോണ്ട് പോകില്ലല്ലോ, അവർ പുറത്തു വരണ്ടേ? ഒരു 24 ലക്ഷം പോയിട്ട് 24,000 പേര് പോയിട്ട് 24 പേരെങ്കിലും മുന്നിൽ നിർത്തി ഇതാ ഈ ആളുകൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല, ഇലക്ഷൻ കമ്മീഷൻ വിവേചനപരമാണ്, ആ വിവേചനത്തിൽ ഇതൊരു സ്വതന്ത്ര ബോഡിയാണെങ്കിലും BJP ഇടപെട്ടിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയുണ്ട്, ഒരു മാന്യതയുണ്ട്. ഇത് കാടടച്ച് വെടിവെക്കരുത്, ഒരു പക്ഷിയും ചാവൂല. വെടിയുണ്ടകൾ ചുമ്മാ തീർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മീഡിയ വണ്ണിനോട് പറയാനുള്ളത്, നിങ്ങൾ കാടടച്ചൊരു സംവിധാനത്തെ വെടിവെക്കരുത്. 3 കോടി 60 ലക്ഷം വരുന്ന, അല്ലെങ്കിൽ 3.5 കോടി 3.25 കോടി വരുന്ന ജനങ്ങളെ വളരെ സമയബന്ധിതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് 1.5 മാസം കൊണ്ട് അവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത BLOമാരെ കൊഞ്ഞനം കുത്തരുത്. രാപകൽ പണിയെടുത്ത് ഒരു BLO മരിക്കുക വരെ ചെയ്തു. എന്നിട്ടും രാപകൽ പണിയെടുത്ത് ഈ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് പുറത്തിറക്കിയ BLOമാരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും കളക്ടർമാരെയും പരിഹസിക്കരുത്, അപഹസിക്കരുത്. ആളുകളെ ചേർത്തിട്ടില്ലെങ്കിൽ ചേർത്തിട്ടില്ലാത്തവരെ ആരെന്ന് കണ്ടുപിടിക്കാൻ കൂട്ടായി ശ്രമിച്ച് അവർ വരട്ടെ. അങ്ങനെ 5 പേരെങ്കിലും 10 പേരെ 100 പേരെങ്കിലും മീഡിയ വണ്ണിന് നിരത്താൻ കഴിഞ്ഞാൽ ഈ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. അല്ലെങ്കിൽ വെറുതെ കാടടച്ച് വെടിവെക്കുന്നതാണ്. നമുക്കത് വെടിവെക്കാം. രാഷ്ട്രീയമായി BJPക്ക് അനുകൂലമായോ ഇലക്ഷൻ കമ്മീഷൻ അനുകൂലമായോ ഒരു സംവിധാനത്തിന് അനുകൂലമായോ ജമാഅത്ത് ഇസ്ലാമിക്കോ മീഡിയ വണ്ണിനോ പറയാൻ കഴിയില്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്തോളൂ. അത് തന്നെയാണ് നിങ്ങളുടെ അടിസ്ഥാന ജോലി. അതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ ഇപ്പുറത്ത് പറയുമ്പോൾ പൊതുബോധത്തെ കൊഞ്ഞനം കുത്തരുത്.